അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവ ചിന്തയ്ക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. 95-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബായിലെ പോലെയും മരുഭൂമി മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവത്തിനായി സ്തുതിക്കുന്നു. അവിടെ ചിന്തിക്കുന്ന വചനം, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ. നമ്മൾ ദൈവശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് അതിമഹത്തായ ഒരു കൃപയാണ്. അല്ലേലിയ. എല്ലാവർക്കും ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. പക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം. നമ്മുടെ പിതാക്കന്മാർ മത്സരിച്ചതുപോലെ ഹൃദയം കഠിനമാക്കാതെ ആരെല്ലാം ദൈവത്തിലേക്ക് കടന്നു വന്ന ദൈവശബ്ദം കേൾക്കുവാൻ ലരുയ താല്പര്യപ്പെടുന്നു, അവരുടെ ഹൃദയത്തിൽ ദൈവശബ്ദം കേൾക്കാൻ കഴിയും. നിശ്ചയമായിട്ട് ദൈവത്തോട് സംസാരിക്കും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഒരിക്കലും കഠിനപ്പെടുത്തരുത്. രക്തം ചെയ്യും. ഇവിടെ ദൈവവചനം വാങ്ങി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേൽ ജനത്തിന്റെ മത്സരത്തെ കുറിച്ചാണ് ഹല്ലേലൂയ ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന് ഏറ്റവും കൈപ്പേറിയ ഓർമ്മകൾ കൊടുക്കുന്ന സ്ഥലമാണ് മസ അഥവാ പരീക്ഷ, അല്ലെങ്കിൽ മെരീബ കലഹജലം എന്നുള്ള രഫീദി. അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകമാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകം അല്ലെങ്കിൽ 17-ാം അധ്യായം 1 തൊട്ട് 7 വരെയുടെ വാക്യങ്ങളിലാണ് നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ, അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാം സീൻ മരുഭൂമിയിൽ പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിലെത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരികയെന്ന് കൽപ്പിച്ച് പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിനു കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്താ എന്ന് പറഞ്ഞ് വലിയ പ്രതിസന്ധി, അവിടെ പിറുപിറുപ്പ്. ജനത്തിന് അവിടെ വെച്ച് നമ്മ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുകൊടുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു മോശയ്ക്ക് വലിയ വെല്ലുവിളിയാ. മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് അല്ലയ ഞാൻ എന്തു ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന് മുമ്പാകെ കടന്നു പോക. ഞാൻ ഹോരോബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ അതിൽ നിന്ന് വെള്ളം പുറപ്പെടുമെന്ന് കൽപ്പിച്ചു. അല്ലെങ്കിൽ ഇത് ചരിത്രം ഞാൻ ഭാഗം വായിച്ചതാണ്. ഇവരോട് ചിന്തിക്കുന്ന കാര്യം, അവർ രഫീദീമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കുടിപ്പാൻ വെള്ളമില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. പ്രൈസലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ കാര്യം മതി എല്ലാവർക്കും പരാതിക്ക്. അപ്പൊ അങ്ങനെ ഇസ്രായേൽ തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി ദൈവത്തോട് മത്സരിച്ചു, മോശയോട് മത്സരിച്ചു. അപ്പോഴാണ് മോശയോട് ദൈവം പറഞ്ഞത്, നീ മുമ്പ് വെള്ളത്തെ അടിച്ച് വടിയെടുത്തതിന്റെ കയ്യിൽ പിടിച്ച് ഹോരേബിൽ വന്ന് നിൽക്കുക. അപ്പോൾ പാറയോട് കൽപ്പിക്കുക, പാറയിൽ നിന്ന് വെള്ളം പൊട്ടി പുറപ്പെട്ട് ഇസ്രായേലിനെ കുടിപ്പാൻ കൊടുക്കും എന്ന് യഹോവയായ ദൈവം മോശയോട് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഈ സാഹചര്യത്തില് വലിയ കൈപ്പേറിയ ഓർമ്മകൾ കൊടുത്ത ഒരു സ്ഥലമാണ് രഫീദി. വാഗ്ദത്ത നാട്ടിലേക്കുള്ള അവരുടെ യാത്രയിൽ ആ സ്ഥലത്തെത്തിയപ്പോൾ അല്ലുയ അവർ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി മത്സരിച്ചു. അവരുടെ തുടർച്ചയായ അവിശ്വാസം മൂലം വാഗ്ദത്തം അവർക്ക് ലഭിക്കേണ്ടവർക്ക് അവർക്കത് ലഭിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ഇസ്രായേലിന്റെ തുടരെയുള്ള മത്സരങ്ങൾ മുഖാന്തരം, ദൈവത്തോടും മോശയുള്ള വെല്ലുവിളി മുഖാന്തരം, ഇസ്രായേൽ മക്കൾ അവിശ്വാസം മുഖാന്തരം അവർക്ക് ലഭിക്കേണ്ട സ്വസ്ഥത കിട്ടിയില്ല. ഹല്ലേലൂയ. മാത്രമല്ല 40 വർഷം അവർ മരുഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടി വന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇന്നും നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബായിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിലെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഈ തലമുറയ്ക്ക് ഒരു മാതൃകയാണ്. ഈ തലമുറയ്ക്ക് ഈ വചനം ഒരു ഉപദേശമാണ്.
പിതാക്കന്മാർ മരുഭൂമിയിൽ മത്സരിച്ചു. അവർക്ക് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അല്ലെ കനാൻ ദേശത്ത്. പുതിയ നിയമമാണ് അതിന്റെ നമ്മൾ യഥാർത്ഥം പഠിക്കും. നമ്മൾ ദൈവത്തോട് മത്സരിച്ച് പിതാക്കന്മാർ ചെയ്തു പോയാൽ നമുക്ക് വാഗ്ദത്തം ദൈവം തന്ന നിത്യമായ രാജ്യത്തിൽ ആ സ്വസ്ഥത നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ കഠിനമാക്കാതെ നമ്മൾ ദൈവ ശബ്ദം കേൾക്കുവാൻ കഴിവുള്ളവരായിരിക്കണം. അല്ലേ? നമുക്കറിയാം, എത്ര കാലങ്ങൾക്ക് മുമ്പേ ദൈവത്തിന്റെ വചനം എഴുതി എനിക്കും നിങ്ങൾക്കും ദൈവം തന്ന് നമ്മളോട് ദൈവം പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കണം. ഇന്ന് ലോകത്തിലുള്ള സകല മനുഷ്യൻ ലോകത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്, ലോകക്കാരന്റെ ശബ്ദം കേൾക്കുകയാണ്. ഈ ലോകത്തിന്റെ അനാവശ്യമായ ദൈവഹിതമല്ലാത്ത ദുർശബ്ദങ്ങൾ കേട്ടും മനുഷ്യന്റെ മനസ്സ് മരവിച്ചു പോയി. അതിന്റെ നടുവിൽ ദൈവം ഒരു കൂട്ടം ജനത്തെ വേർതിരിച്ചിട്ട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ലോകത്തിൽ വരുന്ന ശബ്ദങ്ങളെ അല്ല നിന്റെ കാതുകൾ കൊണ്ട് കേൾക്കേണ്ടത്, നിന്റെ ഹൃദയം കേൾക്കേണ്ടത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. പ്രൈസ് അല്ലേറിയ. ഇവിടെ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് പറയുമ്പോൾ പുതിയ നിയമസഭയോട് ഉപദേശം പൗലോസ് പറയുന്നുണ്ട്. അല്ലേറിയ. പൗലോസ് പറയുന്നു എന്ന് പറയുമ്പോൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായം, അല്ലേറിയ സ്തോത്രം, അതിന് 8-ാമത്തെ വാക്യം വായിക്കും. പൗലോസ് ഇതിനകത്ത് ആവർത്തിക്കുക, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും അവരെന്നെ ശോധന ചെയ്തു. എബ്രായ വിശ്വാസികൾക്ക് ദൈവം ഒരു താക്കീത് കൊടുക്കുക പൗലോസിലൂടെ. അല്ലേറിയ. സ്തോത്രം. 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിനുണ്ട്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് വീണ്ടും അവിടെ പറയുക. ഈ എബ്രായ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അല്ലേറിയ 4-ന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും കാണാൻ കഴിയുന്നത്, ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇവിടെ എല്ലാം നമ്മുടെ ഹൃദയം കഠിനമാക്കരുത് എന്നാണ് പറയുന്നത്. അല്ലേറിയ. അപ്പൊ എബ്രായ വിശ്വാസികളും പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പുതിയ നിയമ സഭയോടും ദൈവം പറയുന്നത് നമ്മുടെ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഓരോരുത്തരോടും ദൈവം പറയുന്നത് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഈ സംസാരിക്കുന്ന എന്നോടും ദൈവാത്മാവ് പറയുന്നത് എന്റെ ഹൃദയം കഠിനമാക്കരുത്. അവർക്കും രഫീദീമിൽ വെള്ളം കിട്ടിയില്ല എന്നതിന്റെ പേരിൽ ഇത്രമാത്രം ദൈവത്തോട് അല്ലെങ്കിൽ മോശയോട് മത്സരിച്ചെങ്കിൽ മിസ്രൈമിൽ കഴിഞ്ഞ 430 വർഷം അടിമത്തത്തിൽ കിടന്ന ജനത്തെ വിടിവിച്ചു കൊണ്ടുവന്ന ദൈവത്തെ മറന്നുപോയി. അല്ലേലിയ. മരുഭൂമിയിൽ അവർക്ക് വെള്ളമില്ലാതെ ദാഹിച്ചു വലഞ്ഞു മരിക്കുവാൻ വേണ്ടിയിട്ടല്ല ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിടിവിച്ചത്. അവർക്ക് മരുഭൂമി നീരുറവനെ കൊടുക്കാൻ ദൈവത്തിന് കഴിയും. പക്ഷെ അത് കേൾക്കുവാനോ അത് മനസ്സിലാക്കുവാനോ ഉള്ള ആ ഒരു സാന്നിധ്യം സാധനമൊക്കെ ഇല്ലാതായിപ്പോയി. നമുക്കറിയാം, മരുഭൂമിയിൽ ഹാഗറിന് അല്ലേലിയ സ്തോത്രം, ഹാഗറിന്റെ കയ്യിലുണ്ടായിരുന്ന തുരുത്തിയിലെ വെള്ളവും ഒരടയും തീർന്നു കഴിഞ്ഞ് കുട്ടിയെ ഒരു കുറുക്കാട്ടി കൊണ്ടിട്ട് അവൾ ദൂരത്തും മാറുന്ന കരയുക. അപ്പം ബാലന്റെ നിലവിളി കേട്ട് മരുഭൂമിയിൽ നീരുറവ് കൊടുത്ത ദൈവം ഇസ്രായേലത്തെ നടത്തുവാൻ ശക്തനാണ്. എങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില ശോധനകൾ കടന്നു വരുമ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങൾക്കൊന്നും നമ്മൾ ദൈവത്തോട് മത്സരിക്കാതെ, നമ്മുടെ ഹൃദയം കഠിനമാക്കാതെ നമ്മൾ അവന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയണം. പ്രൈസറോ. അപ്പം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ മത്സരിച്ചതുകൊണ്ട് അവർ വാഗ്ദത്ത കനാനിലെത്തിയില്ല. ഇവിടെ എന്താണ് വിഷയം? നമ്മൾ ദൈവ ശബ്ദം കേട്ട് നമ്മുടെ ഹൃദയം കഠിനമാക്കാതെ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ മാത്രമേ അല്ലേലൂയ നമുക്ക് നിത്യത പ്രവേശിക്കാൻ പറ്റുള്ളൂ. ദൈവവചനം ഹൃദയത്തെ കഠിനമാക്കാനുള്ളതല്ല, ദൈവവചന ഹൃദയത്തെ മാർദ്ദവപ്പെടുത്തിയെടുക്കാനുള്ളതാണ്. അനുതാപത്തിലേക്ക് കൊണ്ടുവരാനുള്ള, പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുവരുവാനുള്ളതാണ് ദൈവവചനം. നമ്മുടെ ഹൃദയം ഒരിക്കലും കഠിനമായ ഹൃദയമാകരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കിയാൽ നല്ലൊരു ശതമാനം ആളുകളുടെ ഹൃദയം കഠിനമായിരിക്കുക. അല്ലേലൂയ. ആരോടും ദയയില്ല, വിട്ടുവീഴ്ചയില്ല, മത്സരമില്ല. ആരെ കണ്ടതെന്ന് ചിരിച്ചു കാണിക്കാനോ സ്നേഹത്തോടുകൂടി സംസാരിക്കാനോ കഴിയാതെ എപ്പോഴും ഹൃദയം കഠിനമായി കരിമരുന്ന് കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്നത് പോലെ പലരുടെ ഹൃദയം. അവർ മനുഷ്യരോടും സഹോദരങ്ങളോടും ബന്ധുക്കളോടും അയൽവാസികളോടും ബന്ധുമിത്രാദികളോടും സഭയിലും എല്ലാം മത്സരിക്കും. സ്വന്തം ഭാര്യ ഭർത്താവും ഒക്കെ പലപ്പോഴും മത്സരികളായിരിക്കും. എന്താ? ഹൃദയത്തിനകത്ത് കരിമരുന്ന് പോലെ കഠിനമായി ഇരിക്കുന്ന ആ അവസ്ഥയിൽ അവർക്ക് അല്ലേലൂയ സ്തോത്രം
അവർക്ക് ദൈവത്തെ സന്തോഷിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയം കരിമരുന്ന് പോലെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഏത് സമയത്തും പൊട്ടിത്തെറിക്കും, അപകടം ഉണ്ടാകും. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന നമ്മുടെ ശ്രോതാവേ, നമ്മുടെ ഹൃദയം കഠിനമാക്കരുത്. കുടുംബമായി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോട് പറയട്ടെ, നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. ഈ കാലഘട്ടത്തിൽ വളർന്നു യുവതലമുറയോട് പറയട്ടെ, നിന്റെ അപ്പനോടും അമ്മയോടും നിന്റെ ഹൃദയം കഠിനമാക്കരുത്. അപ്പനമ്മമാരോട് പറയട്ടെ, നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അമ്മായിയമ്മയും മരുമോളും ഹൃദയം കഠിനമാക്കരുത്. ഹല്ലേലൂയ. അയൽവാസികൾ തമ്മിൽ ഹൃദയം കഠിനമാക്കരുത്. സഭയ്ക്കകത്തും വിശ്വാസികൾ തമ്മിൽ ഹൃദയം കഠിനമാക്കരുത്. പാസ്റ്ററോട് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പാസ്റ്റർ വിശ്വാസികളുടെ ഹൃദയം കഠിനമാക്കരുത്. മാർദ്ദവപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവവചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹൃദയം മാർദ്ദവപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് നേരെ ശൂലം വന്നുകൊണ്ടിരിക്കും. ഏത് സമയത്തും ആമി വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് അമ്പ് തൊടുക്കുന്നത് പോലെ ഒരുപക്ഷെ നമ്മെ കുത്തിമുറിവേൽപ്പിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ ഒക്കെ നമ്മുടെ നേരെ വന്നേക്കാം. അല്ലേലിയ. അങ്ങനെയൊക്കെ നമുക്ക് അനവധി ദോഷങ്ങൾ വരുമ്പോൾ സ്തോത്രം, നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാതെ നമ്മുടെ ഹൃദയത്തെ മാർദ്ദവപ്പെടുത്തണം. ഇബ്രാഹിം വലിയ സ്തോത്രം, അവർ മടങ്ങിപ്പോകുവാനായിട്ട് അവരുടെ ഉള്ളിലൊരു തീരുമാനം തീരുമാനത്തിനകത്ത് തുറന്നു നിൽക്കുമ്പോഴാണ് പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയും പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് സഹോദര, നിങ്ങൾ മാർദ്ദവം വാങ്ങണം. അല്ലേ എലിയ? നമ്മളോടും പലപ്പോഴും പറയാറില്ലേ, സഹോദരൻ കോപിക്കണ്ട, ദേഷ്യപ്പെടേണ്ട എന്നൊക്കെ. എന്നോടൊക്കെ ഒരുപാട് പേര് പറയും. എനിക്ക് പലപ്പോഴും ഒക്കെ കോപം ഉണ്ടാകുമായിരുന്നു പണ്ടേ, ഇപ്പോഴല്ല, പണ്ട്. അപ്പൊ അങ്ങനെ കോപം ഉണ്ടാകുമ്പോൾ എല്ലാവരും പറയും, എന്റെ മാസ്റ്റർ ഇത്രയൊന്നും കോപിക്കരുത്. പക്ഷെ അന്ന് നമ്മൾക്കത്ര വേണ്ടത്ര ഇങ്ങോട്ട് അറിവായിട്ടില്ല. വിശ്വാസത്തിലേക്ക് വന്ന സമയമാണ്. പിന്നെ ദൈവത്തിന്റെ വചനം വായിച്ചപ്പോഴും മനസ്സിലാക്കിയത്, രഫീദീമിലെത്തിയ ജനം മത്സരിച്ചതുകൊണ്ട്, ഹൃദയം കഠിനമാക്കിയതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടത് വാഗ്ദത്തകാരൻ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ വിഷയത്തിന് ഞാൻ എൻ്റെ ഹൃദയം കഠിനമാക്കിയാൽ എനിക്ക് സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് എന്നിട്ട് പറയുക. അതുകൊണ്ടാണ് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടണം. നമുക്ക് സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള ഒരു വാഗ്ദത്തമുണ്ട്. അത് ലഭിക്കാതിരിക്കരുത്. ആ വാഗ്ദത്തം നമ്മൾ പ്രവേശിക്കണം. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ഭയപ്പെടണമെന്നാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്ന ദൂത്. അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അനുദിനം വചനം കേൾക്കുന്നത്? എന്തിനാണ് നമ്മൾ അനുദിനം വചനം പറയുന്നത്? എന്തിനാണ് നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നത്? എന്തിനാണ് നമ്മൾ കൂടി വരുന്നത്? നമ്മുടെ സഭ എന്നൊക്കെ പറയുന്നത്, ദൈവമക്കൾ ഒന്നിച്ച് വന്നിരുന്ന് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുന്നതൊക്കെ എന്തിനാണ്? നമ്മുടെ കഠിനമായ ഹൃദയത്തെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് അലിയാം നല്ല മാംസതലമായ ഹൃദയം ദൈവം തരാൻ വേണ്ടി, പുതിയ ഹൃദയം തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദൈവം നമുക്കൊരു പുതിയൊരു ഹൃദയം തരുമെന്ന് നമ്മൾ യെഹെസ്കേലിന്റെ പുസ്തകം അങ്ങോട്ട് വായിച്ച് നമുക്ക് കാണാൻ കഴിയും. പുതിയ ഹൃദയം തരുന്ന ദൈവം. നമുക്കറിയാം, മനുഷ്യന്റെ ഹൃദയത്തിനൊക്കെ കേടുപാടുകൾ വന്നു കഴിയുമ്പോൾ പുതിയ ഹൃദയം വെച്ചു കൊടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അല്ലേ? പുതിയ ഹൃദയം. അങ്ങനെ ഒരു പുതിയ ഹൃദയം മനുഷ്യൻ ലോകപ്രകാരം ഇവിടുത്തെ സയൻസ് വിജയിച്ച്, ശാസ്ത്രം വിജയിച്ചു, മെഡിക്കൽ മേഖലയൊക്കെ ജയിച്ച് പുതിയ ഹൃദയം ഒരു മനുഷ്യൻ വെച്ചു കൊടുത്താലും അവന്റെ ഹൃദയത്തിനകത്ത് മാനസാന്തരമില്ലെങ്കിൽ അവന്റെ ഹൃദയം കഠിന തന്നെയാണ്. പുതിയ ഹൃദയം വെച്ചത് കൊണ്ടായില്ല, നമ്മുടെ ഹൃദയം മാർദ്ദവമുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ പുതിയ നിയമ സഭയോട് ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന മാതാപിതാ, നിങ്ങൾ പ്രശംസകീർണമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, നിനക്ക് സഹിപ്പാൻ കഴിയാത്ത പ്രതിസന്ധികൾ നിനക്കെതിരെ കടന്നു വരുമ്പോഴേ അവിടെയൊക്കെ നീ വീട് പോകാതെ, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തെ ലോലമായിട്ട് മാർദ്ദവപ്പെടുത്തി എടുത്തുകൊണ്ട് നീ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്നിരിപ്പാൻ കഴിയുമ്പോഴാണ് നമുക്ക് ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഏറ്റവും ചെയ്യും ആരെല്ലാം ദൈവസേനയിൽ മത്സരിച്ചിട്ടുണ്ടോ, ആ മത്സരിച്ചവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. മത്സരം ആഭിചാരം പോലെ, അല്ലിയ വിദ്യാപൂജ പോലെ, വിഗ്രഹാരാധന പോലെയാണെന്ന് 1 ശമൂവേൽ 15-22 വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം മത്സരിക്കുന്ന ഹൃദയത്തിന് ഒരിക്കലും ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയത്തില്ല. മത്സരിക്കുന്ന വ്യക്തികൾക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തില്ല. മത്സരമുള്ള കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ല. മത്സരമുള്ള തലമുറകൾ അനുഗ്രഹിക്കപ്പെടത്തില്ല. മത്സരമുള്ള സഭ വിജയിക്കത്തില്ല. മത്സരമുള്ള ശുശ്രൂഷയ്ക്കകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ദൈവവചനം നമുക്ക് തന്നത് നമ്മുടെ ഹൃദയത്തെ മാർദ്ദവപ്പെടുത്താനാണ്. നമ്മുടെ ഹൃദയത്തിന്റെ അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ വചനം ജീവന് ചൈതന്യമുള്ളതാണ്. ഇരുമായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് വചനം. നമ്മുടെ ആത്മാവ് ഈ സത്യമനുഷ്യകളെയും വേറൊരുടേക്ക് തുളച്ച് ചെന്ന്
ഹൃദയത്തിന്റെ ചിന്തനങ്ങളിൽ ഭാവങ്ങളിൽ വിവേചിക്കുന്ന വലിയൊരു ശസ്ത്രക്രിയ പോലെ നടത്തുവാൻ ശക്തിയുള്ളതാണ് ദൈവവചനമെന്ന് എബ്രായലേഖനം 4:12 വായിച്ചവർ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് നല്ല സുപരിചിതമായ വചനമാണെങ്കിലും നമ്മൾ വായിച്ചനവധി സാക്ഷ്യം പറയുന്ന ഒരുപാട് പ്രബോധനം നമ്മൾ നൽകുന്നുണ്ടെങ്കിലും ശുശ്രൂഷിക്കുന്ന എന്റെ ഹൃദയം മാർദ്ദവമാണോ എന്ന് ഞാൻ തന്നെ ചോദന ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം മാർദ്ദവപ്പെടുത്താൻ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന എന്റെ ഹൃദയം മാർദ്ദവപ്പെടുത്തിയിട്ടുണ്ടോ? എന്റെ ഹൃദയത്തിന്റെ അന്തരീന്ദ്രിയങ്ങളിൽ എന്നെ ശോധന ചെയ്യുന്നുണ്ടോ? ഹൃദയത്തിന്റെ ചിന്തനങ്ങളിൽ ഭാവങ്ങളിൽ ഒക്കെ അതിനെ വിവേചിക്കുന്നുണ്ടോ? എന്റെ അതോ ഇന്നും എന്റെ മനസ്സ് കഠിനമാക്കിക്കൊണ്ടാണോ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ഞാൻ എന്നോട് ചോദിക്കണം. പ്രൈസറോ. ശുശ്രൂഷ എന്ന് പറയുന്നത് പുറത്ത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഓഡിയൻസിന് വേണ്ടി അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല. ചില ചിന്തകൾ ഒരു കൺവെൻഷൻ നടന്ന് ക്രൂസൽ നടന്ന് സഭയിൽ പ്രസംഗിക്കുന്നു. നമ്മുടെ മുമ്പിലിരിക്കുന്ന ജനം കേട്ടിച്ചു പോകണം. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കണം. അവരുടെ ഹൃദയം കഠിനമായപ്പോൾ അവരുടെ ഹൃദയം മാർദ്ദവമാണ്. അതാണ് നമ്മൾ പ്രസംഗിക്കുന്നവനെ കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷെ പ്രസംഗിക്കുന്നവരാദ്യം ചിന്തിക്കണം, എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കണമെങ്കിൽ, എൻ്റെ പ്രസംഗത്തിൽ ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ, എൻ്റെ പ്രസംഗത്തിനകത്ത് പരിശുദ്ധന്മാർ വരണമെങ്കിൽ, എൻ്റെ പ്രസംഗത്തിനകത്ത് ശുശ്രൂഷ ദൈവകൃപ ഇരിക്കണമെങ്കിൽ കടന്നു വരുന്ന ഈ ഒരു പ്രതിസന്ധിയോട് കടന്നു വരുന്നവരുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തയക്കണമെങ്കിൽ എൻ്റെ ശുശ്രൂഷ അത് ശക്തമായി മാറണമെങ്കിൽ എൻ്റെ ഹൃദയം മാർദ്ദവമുള്ളതായിരിക്കണമെന്ന് ശുശ്രൂഷകൻ തീരുമാനിക്കുമ്പോഴാണ് സഭയ്ക്കകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. രക്തചയം. അതുകൊണ്ട് വചനം പറഞ്ഞ നമ്മുടെ ഹൃദയം അല്ലിയ കഠിനമാക്കൾ മാർദ്ദവപ്പെടുത്താനുള്ളതാണ്. പക്ഷേ ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കുകയും അവന്റെ അത്ഭുത പ്രവർത്തികൾ കാണുകയും ചെയ്ത് സാജനം തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഇസ്രായേലിനെ പുറപ്പെടുവിക്കുവാൻ എത്ര അത്ഭുതങ്ങൾ വാർത്തകൾ ദൈവം അയച്ചു. അവിടെ നിന്ന് അവരെ വിടുവിച്ച് കൊണ്ടുപോകുന്ന ചെങ്കടൽ പിളർന്ന് അവരെ മരുഭൂമിയിൽ കടത്തി. ചെങ്കടൽ ഒരു കുഞ്ഞുപോലെ നഷ്ടപ്പെട്ടു. അത് കണ്ണാലെ കണ്ട ഈ സാഹചര്യം അവർ സീൻ മരുഭൂമി യാത്ര ചെയ്ത് രഫീദീമിലെത്തിയപ്പോൾ വെള്ളമില്ല എന്നതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളല്ലേ. ലേലിയ. ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രശ്നം നേരിടുന്നില്ലേ? നിങ്ങൾ നിസ്സാര കാര്യത്തിന് പൊട്ടിത്തെറിക്കുന്ന വ്യക്തിയല്ലേ? എത്രയോ പ്രാവശ്യം നിങ്ങൾ സഭയ്ക്കകത്ത് പൊട്ടിത്തെറിച്ച്, എത്രയോ പ്രാവശ്യം സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കി. കുടുംബത്തിൽ കേരളത്തിലുള്ള മാതാപിതാവെ നമ്മൾ ശാന്തതയുള്ളവരായി മാറണം, സൗമ്യതയുള്ളവരായി മാറണം, സൽസ്വഭാവികളായി മാറണം. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. എൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന കാര്യസ്ഥൻ എൻ്റെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹൃദയം മാർദ്ദവപ്പെടുത്തിയെടുക്കുവാൻ കഴിയുള്ളൂ. രക്തം ചെയ്യാൻ എൻ്റെ ഇവിടെ ദൈവം നിങ്ങൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കണം. കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കണം. ദൈവം ആദിയിൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച് സകല ജരാചരങ്ങളിൽ സൃഷ്ടിച്ച് 6-ാം ദിവസം എല്ലാവരും പൊടിയിലെ മണ്ണുകൊണ്ട് നേരത്തെ പൊടികൊണ്ട് അല്ലേരിയ സ്തോത്രം. അപ്പൊ നമുക്കറിയാം അല്ലേരിയ മനുഷ്യനെ സൃഷ്ടിച്ച കാര്യമൊക്കെ ഉൽപ്പത്തി പുസ്തകം 2:7 എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഏതൻ തോട്ടത്തിലാക്കി ദൈവം കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം അവർ തിന്ന് അവർ കണ്ണുകൾ തുറന്നു. അവർ നഗ്നരായി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടു എന്ന് അലരിയ. എന്താ സ്തോത്രം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അലരിയ അതിന്റെ 3-ാം അധ്യായത്തിലെ 8-ാം വാക്യം വരെ കണ്ട് വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളിടയിൽ ഒളിച്ചു. പാപം സംഭവിച്ചപ്പോൾ ദൈവശബ്ദം കേൾക്കാൻ ആ കാതുകൾ ആ ഹൃദയം കൊടുത്ത് തെറ്റുപറ്റിപ്പോയി എന്നൊരു അനുതാപം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആദമിനും ഔവയ്ക്കും ഏദത്തോട്ടത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരികയില്ലായിരുന്നു എന്ന് എന്റെ ചിന്തയാണ്. ഞാൻ അങ്ങനെ വിശ്വസിച്ചത്. കാരണം അവർ മത്സരിച്ചു, ദൈവത്തോട് മത്സരിച്ചു, പാപം ചെയ്ത് നഗ്നരായി. അല്ലേലിയ. അവർ എന്ത് ചെയ്ത്? യഹോവയായ ദൈവം വെയിലാറിയപ്പോൾ തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടു. ആ ദൈവശബ്ദം കേൾക്കുന്നതിന് പകരം ഓടി ഒളിച്ചു. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവി, നമ്മൾ ദൈവശബ്ദം കേൾക്കണം.
ഈ വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച ആദവും ഹവ്വയും കേട്ടതുപോലെ നാം ദൈവസന്നി പ്രാർത്ഥനയോടെ ഇരിക്കുന്നെങ്കിൽ, ദൈവസന്നി വചനധ്യാനത്തോടു കൂടി ഇരിക്കുന്നെങ്കിൽ ആ ദൈവശബ്ദം നമുക്കും കേൾക്കുവാൻ കഴിയും. ആദവും ഹവ്വയും ഓടി മരത്തിന് വിളിച്ചതുപോലെ നിങ്ങൾ ദൈവശബ്ദം നിങ്ങളുടെ കാതുകളിൽ വരുമ്പോൾ നിങ്ങൾ ഓടി ഒളിക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തിന്റെ വളരെ ഈ പരസ്യമൊക്കെയായിട്ട് ദൈവത്തിന്റെ ദാസന്മാർ പട്ടണങ്ങൾ തോറും, ഊരുകൾ തോറും, കുടിലുകൾ തോറും, കോളനികൾ തോറും ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അവരെന്താണ് ഓരോ ദേശത്തും കടന്നു പോകുന്ന ദേശത്തിന്റെ അധാർമ്യതയെ കണ്ടുകൊണ്ട്, ദേശത്തിന്റെ പാപം കണ്ട്, ദേശത്തെ മനുഷ്യന്റെ കഠിന ഹൃദയങ്ങളെ കണ്ടുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു അവർക്ക് നൽകിയിരിക്കുന്ന സുവിശേഷത്തിന്റെ വെളിച്ചം, ജീവന്റെ വചനം അവർ ദേശത്തോട് വിളിച്ചു പറയുക. അവർ വലിയ ദേശത്ത് വിളിച്ചു വന്ന് അവരുടെ ഹൃദയം കഠിനമായി ദേശത്തെ ജനത്തിന്റെ ഹൃദയം കഠിനമായി പോകാതിരിക്കാൻ, അവരുടെ ഹൃദയം വാർദ്ധയുള്ളതാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവർ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ പലരും എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നവനെ ഉപദ്രവിക്കുക, കേൾക്കുന്നവരുടെ ഹൃദയം കഠിനമാക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, വചനം നിന്റെ മുമ്പിൽ എത്തിച്ച് വചനം നിന്നോട് പറയാൻ നിന്റെ ഹൃദയം കഠിനമാകാതെ നിന്റെ ഹൃദയം മാർദ്ദവമുള്ളവയാ മാറി നിനക്കൊരു വാഗ്ദത്തമുണ്ട്, ഒരു സ്വസ്ഥതയുണ്ട്. നീ അവിടെ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നിനക്കുള്ള മുന്നറിയിപ്പാണ് ഈ പ്രസംഗിക്കുന്ന മുഴുവൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ തെരുക്കോണികളിൽ നിന്ന് ഞങ്ങൾക്ക് ഈ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? തെരുക്കോണികളിൽ നിന്ന് ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയാതെ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഭവനങ്ങളിൽ ഇരിക്കാനും മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ഞങ്ങളുടെ സുഖജീവിതം നയിക്കാൻ സുഖരൂപമായിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല. നിങ്ങളുടെ ഹൃദയം കഠിനമാണ്. നിങ്ങളുടെ പാപത്തെക്കുറിച്ച് ഉണർത്തിത്തരണം. നിങ്ങളുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കണം. നിങ്ങളൊരു മദ്യത്തിന്, മയക്കിനുമായി ലഹരിക്ക്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഏതെങ്കിലും അധാർമികമായ ജീവിതത്തിൽ അകപ്പെട്ട് കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയം കഠിനമാണെങ്കിൽ ആ ഹൃദയത്തെ മാർദ്ദവപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ദൈവത്തിന്റെ വചനം പട്ടണങ്ങളിലെ തെരുക്കോണുകളിൽ നിന്ന് പ്രസംഗിക്കുന്നത്. അപ്പോഴത്തേനും നിങ്ങൾ മുണ്ടും പൊക്കി കൊടുത്ത് കയ്യൊക്കെ തുറത്ത് കയറ്റി, അല്ലെങ്കിൽ അമീശയൊക്കെ ഇങ്ങോട്ട് വിരിച്ച് തലയൊക്കെ ഇത് ചൊറിഞ്ഞ് മുന്നോട്ട് വന്ന്, ചങ്ക് വിരിച്ചെങ്കിൽ മുന്നോട്ട് വന്ന് പ്രസംഗിക്കാൻ മൈക്ക് പിടിച്ചു വാങ്ങി, അവരെ ചീത്ത പറഞ്ഞ് അസഭ്യം പറഞ്ഞ് അവരുടെ ട്രാക്ടറുകൾ പിടിച്ചു വാങ്ങി, അവരുടെ വേദവസം പിടിച്ചു വാങ്ങി, വലിച്ചു കീറി കത്തിച്ച്, അല്ലെങ്കിൽ കത്തിച്ച് എന്തെല്ലാം വലിച്ചു കീറി കത്തിച്ച് എന്നിട്ട് എന്താ ചെയ്യുന്നേ? അവരെ ആട്ടി ഓടിക്കും. ഫ്രേഷറോ, ഞാനൊരു പറഞ്ഞു, ഒരിക്കൽ ഞങ്ങള് ഈ പൊന്നാനിയുടെ പ്രദേശത്ത് ഞങ്ങൾ ഒരു ടീം വർക്കായിട്ട് പോയി. അപ്പൊ അങ്ങനെ കടലോര വാസികൾ പാർക്കുന്ന തീരദേശത്ത് ഞങ്ങള് സുവിശേഷം പറയാനായിട്ട് ഞങ്ങൾ കടന്നുപോയി. അവിടെ ഒരുപാട് വീടുകളുണ്ട്. ഞങ്ങളെല്ലാം വീടുകളിൽ നിന്നാണ് ട്രാക്ടറുകൾ കൊടുക്കുന്നുണ്ട്. ഈ പുതിയ നിയമ പ്രതികൾ, കോപ്പികൾ ഞങ്ങൾ കൊടുക്കുക. അങ്ങനെ കൊടുത്ത് കുറെ ചെറുപ്പക്കാർ കൂട്ടം കൂടി ഒരു സ്ഥലത്തിരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ ദൂരെ നിന്ന് ചെല്ലുന്നത് കണ്ടപ്പോഴേ അവർ ഞങ്ങളെക്കുറിച്ച് വളരെ പിറുപിറുക്കാൻ തുടങ്ങി. ഞങ്ങളത് കാര്യമാക്കില്ല. കാരണം ഞങ്ങൾ ജീവന്റെ വചനമായിട്ടല്ലേ ചെല്ലുന്നത്. അവിടെ ചെന്ന് തന്നെ അവർ ഞങ്ങളോട് കുറെ വാദപ്രതിവാദങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പുതിയ നിയമമൊക്കെ വാങ്ങി കൈവച്ചു. അപ്പൊ ഞങ്ങളോർത്ത് അവരെ സന്തോഷത്തോടെ വാങ്ങിയതില്ലേ, വായിച്ചോളൊക്കെ ആയിരിക്കും ഓർത്ത്. ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് ഈ മറ്റു ഭവനങ്ങൾ കയറിച്ചു വരുമ്പോഴത്തേനും ഈ കൊടുത്ത പുസ്തകമെല്ലാം വലിച്ചു കയറി അവർ ഇട്ടിട്ടുണ്ട്. ഹൃദയം കഠിനമായി. ദൈവശബ്ദവുമായി ഞങ്ങൾ ഗ്രാമങ്ങൾ കയറിയിറങ്ങി, ഭവനങ്ങൾ കയറിയിറങ്ങി, സുവിശേഷം പറഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഞങ്ങൾ കൊടുത്ത ജീവന്റെ വചനം എന്ത് ചെയ്തു? അവിടെ പിച്ചു ചേറിയിട്ടു. 2018 ജലപ്രളയം വന്നപ്പോൾ ആ സ്ഥലം മുഴുവൻ വെള്ളം കൊണ്ട് നിറയപ്പെട്ട്, നാശനഷ്ടങ്ങൾ കൊണ്ട് നിറയപ്പെട്ട് ദൈവത്തിന്റെ കഠിനമായ ക്രോധം അവിടെ ഉണ്ടായി. ഇത് പറഞ്ഞ ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടെങ്കിലും ഇതൊക്കെ എന്താ ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ എവിടെയെല്ലാം പ്രശ്നം ഉണ്ടാക്കി, എവിടെയെല്ലാം ദൈവസഭയെ, ദൈവമക്കളെ ഓടിച്ചോ, എവിടെയെല്ലാം ദൈവദാസന്മാരെ തല്ലിയിട്ടുണ്ടോ, അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടാണ് മുമ്പ് കൊറോണ, ഈ മഹാപ്രളയങ്ങളൊക്കെ വന്ന് ഇന്നും നമ്മുടെ ഭൂമിയിൽ നിന്ന് ശാപങ്ങൾ മാറിപ്പോകാത്തതിന്റെ കാരണം എന്താ? പിതാക്കന്മാർ മരുഭൂമിയിൽ മത്സരിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കുക. ഞങ്ങൾ ദൈവം നിങ്ങളുടെ ഹൃദയം മാർദ്ദവമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അവിടെ ജാതി മതം മാറാനല്ല പറയുന്നത്. നിങ്ങൾ ജാതി മാറി മതം മാറി വരാനല്ല പറയുന്നത്. നിങ്ങളുടെ ഹൃദയം മാർദ്ദവമായി നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം. ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ, ദൈവം ചെയ്യുന്ന നന്മകൾ നിങ്ങൾ അനുഭവിക്കാൻ യോഗ്യരാകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ചില ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഭവനത്തിന്റെ വീട് വാതിൽ പൊട്ടി അടയ്ക്കും. ഇവിടെ വേണ്ട എന്ന് പറയും. ഒന്നും തരാൻ വന്നതല്ല, ഒന്നും വാങ്ങാൻ വന്നതൊന്നും അല്ല. ഞങ്ങൾ ഈ വചനം ഒന്ന് പറയാൻ വന്നതാ. നിങ്ങളെക്കുറിച്ചൊരു ആലോചന പറയാൻ വന്നതാ. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഒന്ന് പറയാൻ വന്നതാ. അയ്യോ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ കയറരുത് എന്നൊക്കെ പറഞ്ഞ് എത്ര അനുഭവങ്ങള്. ഇതല്ലേ ഇസ്രായേൽ ചെയ്തത്. അവർ ദിവ്യദ്വീപിൽ വെച്ച് വെള്ളം കിട്ടിയില്ലയോ, ഒറ്റ വിഷയത്തിന് വേണ്ടിയാണ് മത്സരിച്ചത്. മോശയോടും ദൈവത്തോടും മത്സരിച്ചത്. അവർക്ക് വാഗ്ദത്തങ്ങൾ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല.
കനാനിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനും കഴിയത്തില്ല. നമ്മൾ ഹൃദയം കഠിനമാക്കരുത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ദൈവത്തിന് വചനമായി വെയിലാറിയപ്പോൾ എന്നതിന് വിജ്ഞാനികൾ അതിരാവിലെ 3 മണി മുതൽ 4 മണി വരെയുള്ള സമയമാകുന്നു എന്ന് പറയുന്നു. ആകയാൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുമെന്ന്. കർത്താവ് കൊണ്ടാണ് സദൃശവാക്യത്തിൽ പറഞ്ഞത്, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുമെന്ന്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ഹല്ലേലൂയ, നമുക്കറിയാം, സ്തോത്രം, നാം ഈ സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഹല്ലേലൂയ. സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അത് കാണാൻ കഴിയും. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുമെന്ന് സദൃശവാക്യം 8 നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നാം ദൈവത്തിന്റെ വചനവുമായിട്ട് നമുക്ക് വലിയൊരു ബന്ധമുണ്ടാകണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തെ വിട്ടിട്ട് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. വചനം വിട്ട് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഹല്ലേലൂയ. വചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കഠിനമാകും തോറും നിങ്ങൾ മത്സരികളായി മാറും. ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ബന്ധം നഷ്ടപ്പെടുക, ബന്ധം വിച്ഛേദിക്കപ്പെടും എന്നൊക്കെ പറയും. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ദൈവത്തിനാണ് പ്ലാന്. അല്ലെങ്കിൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം. അതൊരു വചനം പറയുന്നു, ലോകശബ്ദങ്ങൾ കാതിൽ ധ്വനിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായി അതിരാവിലെ നിങ്ങൾ എഴുന്നേൽക്കണം. അത്രയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ ശബ്ദങ്ങൾ, പക്ഷി പർവ്വജാതികളെല്ലാം ചിലച്ചുകൊണ്ടിറങ്ങും. വാഹനങ്ങളെല്ലാം പുക തൊപ്പിക്കൊണ്ട് ചീറിപ്പാഞ്ഞ് വലിയ ഹോൺ മുഴക്കിക്കൊണ്ടുവരും. ഹല്ലേലൂയ. അടുത്തുള്ള വീടുകളിലെ ശബ്ദം മുഴുവൻ തുടങ്ങും. ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളിലും ശബ്ദങ്ങൾ, ലോക ശബ്ദങ്ങൾ ഭൂമിയിൽ മുഴങ്ങുന്നതിന് മുമ്പ് തന്നെ നീ അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വചനം വായിച്ച് ദൈവശബ്ദം നീ കേൾക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പം വെയിലാറിയപ്പോൾ എന്നതിന് മറ്റൊരർത്ഥമുണ്ട്, കർത്താവിന്റെ ഹൃദയത്തിന് തണുപ്പേകും വിധം പ്രസാദകരമായി നടക്കുക എന്നാണ്. വെയിലാറിയപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിന് പ്രസാദകരമായി നടക്കുന്ന വിധം എന്ന് ഞാൻ ഈ പുസ്തകത്തിൽ വായിച്ചു. അപ്പൊ നമ്മൾ കർത്താവിന്റെ ഹൃദയത്തിന് തണുപ്പേകും വിധത്തിൽ നമ്മൾ പ്രസാദമുള്ളവരെ തീരണം. ഒരു കാര്യങ്ങൾക്ക് പോലും നമ്മൾ പിറുപിറുക്കരുത്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ഒരു കാര്യങ്ങൾക്ക് പോലും നീ പിറുപിറുക്കരുത്. ചില ആളുകളെ കണ്ടിട്ട് കാണത്തില്ലേ, ഭയങ്കര പിറുപിറുപ്പാ. ഹല്ലേലൂയ. നമ്മൾ പറയാം 60 കഴിഞ്ഞ പിറുപിറുപ്പ് എന്നൊക്കെ പണ്ട് പഴമക്കാർ പിതാക്കന്മാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നും പറയും 60 കഴിഞ്ഞ പിറുപിറുപ്പാണ്. പക്ഷെ 60 കഴിഞ്ഞാലാണ് ഇന്നത്തെ കുഞ്ഞു കുട്ടികൾ തൊട്ട് പിറുപിറുക്കുക. കുഞ്ഞു കുട്ടികൾ ബാല്യത്തിലും വലരിയ ഒക്കെ ഓർത്ത് ബാല്യത്തിലും കുഞ്ഞിനും തിരിച്ചറിവായി കഴിയുമ്പോൾ അപ്പനും അമ്മയും പിറുപിറുക്കും. അത് കൗമാരത്തിലെത്തി, അത് അല്ലെങ്കിൽ യൗവനത്തിലെത്തി വാർദ്ധക്യം പിറുപിറുപ്പ് കൂടുക. പിറുപിറുപ്പ് ഹൃദയം കഠിനമാക്കുക. എന്തെങ്കിലും നമുക്ക് നേട്ടമുണ്ടോ നമ്മുടെ ഹൃദയം കഠിനമാക്കിയതുകൊണ്ട്? നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ട് ഒരു നേട്ടവും കേട്ടോ. നമ്മുടെ ഹൃദയം മാർദ്ദവപ്പെടുത്തി നമ്മുടെ യേശുവിന്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചാൽ എത്ര സന്തോഷമാണ് നമ്മുടെ ഭവനം. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിൽ എന്തുകൊണ്ട് സമാധാനമില്ല, സന്തോഷമില്ല? എന്തുകൊണ്ട് കുടുംബത്തിനകത്ത് ഐക്യതയില്ല, സഹോദരന്മാർ തമ്മിൽ ഐക്യതയില്ല? എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയല്ലേ? അതുകൊണ്ടല്ലേ 133 സംഗീതം 1-ാം വാക്യം പറയും, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരമാകുന്നു. അതേ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നതാണ് ഏറ്റവും ശുഭവും മനോഹരമായ അനുഭവം. അതിസാജനത്തെ നഷ്ടപ്പെട്ടു പോയി, അവർ പരസ്പരം മത്സരികളായി മാറി. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലും മത്സരമാണ്. സഭയ്ക്കകത്ത് മത്സരമല്ലേ? ഹല്ലേലൂയ. നമുക്കറിയാം, ഈ സഭയുടെ മാറ്റം, ദൈവദാസന്മാരുടെ പാസ്റ്റർമാരുടെ മാറ്റമൊക്കെ വരുമ്പോഴേ, ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേനും, ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴും, ജനുവരി ഫെബ്രുവരി മാർച്ച് മാറ്റം ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും പിന്നെ ഈ പാസ്റ്റർമാരൊക്കെ ഹൃദയത്തിലേക്ക് ഭയങ്കര വെപ്രാളമാണ്. പിന്നെ അങ്ങോട്ട് വിളിക്കുന്നു, ഇങ്ങോട്ട് വിളിക്കുന്നു, അവിടെ വിളിക്കുന്നു. പാസ്റ്റർ മാറ്റമാണ്. നല്ലൊരു സഭ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആ നല്ലൊരു സെന്ററിലേക്ക് മാറാൻ വേണ്ടി എന്തിനാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ പ്രാർത്ഥിക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു ശുശ്രൂഷ ദൈവാത്മാവ് തരുന്നത് നിങ്ങൾ മേടിക്കണം. നിങ്ങൾ അന്യന്റെ ശുശ്രൂഷ പിടിച്ചു വാങ്ങിയെടുക്കരുത്. നിങ്ങളൊരു പുതിയ സെന്ററിലേക്ക് ഏറ്റവും വലിയ സഭ പ്രതീക്ഷിക്കുമ്പോൾ മുൻകാലങ്ങൾ ആ സെന്ററിൽ നിന്ന് പ്രവർത്തിച്ച കഷ്ടത അനുഭവിച്ച അനവധി ദൈവദാസന്മാരുണ്ട്. അവരുടെ ശുശ്രൂഷ നിങ്ങൾ തട്ടിയെടുക്കുക. ആ സെന്ററിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ വേല ചെയ്യണം. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നല്ല സഭ അന്വേഷിച്ചു പോകുന്നത്. എന്ത് കടിച്ചു വിളിച്ച് ജീവിക്കണം. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ പല ദിവസമായിട്ട് എൻ്റെ മാസം മുമ്പിരുന്ന സഭയിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് കുറച്ച് കുടുംബങ്ങളെ ഉള്ളൂ. എന്നെ കേൾക്കുന്ന ഞാൻ നിങ്ങളോട് കാര്യം പറയും. എൻ്റെ സഭയ്ക്കകത്തെ ആകെപ്പാടെ ദശാംശം സ്തോത്രാഴ്ച എല്ലാം കൂടെ ഞായറാഴ്ച കിട്ടുന്നത് 200 രൂപ, 220 രൂപ, 250 താഴെയാണ്. ഞങ്ങളൊക്കെ ജീവിക്കുന്നില്ലേ?
ഞങ്ങളൊക്കെ ജീവിക്കുന്നു, നിങ്ങളെക്കാട്ട് ശ്രേഷ്ഠമായിട്ട് ജീവിക്കുന്നുണ്ട് ഞങ്ങള്. നിങ്ങൾക്കൊക്കെ 1000 അല്ല 10,000 സ്വതന്ത്ര വെച്ച് ദശാംശം കിട്ടിയാലും നിങ്ങൾക്ക് കടം ബാധ്യതയായിട്ട് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കാതെ വചനം ഞങ്ങളുടെ ഹൃദയത്തെ മാർദ്ദവപ്പെടുത്തി എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന 250 ഏറ്റവും വലുതാണ്. നിങ്ങൾക്ക് 25,000 കിട്ടിയാലും സ്വസ്ഥതയില്ല, ഞങ്ങൾക്ക് 250 കിട്ടുമ്പോൾ സ്വസ്ഥതയാണ്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു കേട്ടോ. ഇന്നും എൻ്റെ സഭയിലെ സ്വതരാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ട 250 താഴെ എല്ലാവരും ഇട്ടാല് എൻ്റെ ഏരിയ ചെറിയ സമയമാണ്. പക്ഷെ ഞങ്ങൾ തൃപ്തരാണ്. അല്ലേരിയ, ഞങ്ങൾ തൃപ്തൻ. ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കത്തില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ഇത്രയൊക്കെ കിട്ടുകയുള്ളൂ, ഇത്രയൊക്കെ വരുള്ളൂ. ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങൾക്ക് പുതിയ പ്രവർത്തനം. നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചിട്ട് എത്രയെത്ര സഭ മാറിയിരുന്നു. ഇന്ന് നിങ്ങളുടെ ഹൃദയം ഹൃദയം കഠിനമാക്കി മറ്റൊരാളെ ശുശ്രൂഷ അപകരിക്കാൻ ശ്രമിക്കുന്ന ദൈവദാസന്മാരെ അത് പാപമാണ്. അല്ലേരിയ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. പൗലോസ് പറഞ്ഞോളൂ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. പ്രൈസോ, എല്ലാവർക്കും അവസരം കൊടുക്കണം. സെന്ററിലുള്ള എല്ലാ ദൈവദാസന്മാർക്കും അവസരം കൊടുക്കണം. അല്ലേരിയ, ഇത് പ്രത്യേകമായിട്ട് സെൻട്രൽ പാസ്റ്റർമാരെ പുകഴ്ത്തി പറയുന്നവർക്ക് നല്ല നല്ല സഭ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന എൻ്റെ ചിന്ത. നിങ്ങൾ എന്നെ എങ്ങനെ അനുകൂലിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആരെയും പുകഴ്ത്തി പറയുക, ആരെയും പൊക്കി പറഞ്ഞ് നല്ല സഭ വാങ്ങരുത്. ആ സെന്റർ കണ്ണുനീരോടെ ഉള്ളവരുണ്ട് കേട്ടോ, പാവങ്ങളുണ്ട്. പ്രൈസോ, മാനസാന്തരപ്പെടണം. നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അല്ലേലിയ. അപ്പൊ എന്നോട് പലരും പറഞ്ഞു പ്രാർത്ഥിക്കണം പറയും കേട്ടോ. ഞാൻ ഒരിക്കൽ പോലും അതിന് പ്രാർത്ഥിക്കുന്നില്ല. ഒരിക്കലും ആർക്കും നല്ല സഭ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. മാറ്റം വരുമ്പോൾ നല്ല സഭ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം എനിക്കറിയാം ഓരോ സെൻട്രലും ദൈവദാസന്മാർ വർഷങ്ങളായിട്ട് ഇന്ന് പ്രവർത്തിക്കും. നല്ല സഭ കിട്ടും സെൻട്രൽ മാസ്റ്റർ കൊടുക്കുമെന്ന് ഓർത്ത് നിൽക്കുക. എൻ്റെ പോലത്തെ ദൈവദാസന്മാരുണ്ട്. അവർക്കൊന്നും കൊടുക്കാതെ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവരെ വിളിച്ചു നല്ല സഭ കൊടുക്കുന്ന അങ്ങനെയുള്ള ദൈവദാസന്മാർക്ക് എന്നോട് പലപ്പോഴും പരാതികളും പരിഭവങ്ങളും കണ്ണുനീരുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊരു സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ലേലിയ. അപ്പം ഞാൻ എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ അവരോട് ചിലം പറയും, നമുക്ക് സാരമില്ല, നീ പ്രാർത്ഥിക്കും, നമ്മൾ ഹൃദയം ഒന്നും കഠിനമാക്കണ്ട. നമുക്കൊരു നല്ല സെൻറ്റർ എന്നുണ്ടല്ലോ, നമുക്കൊരു സഭ കിട്ടിയില്ലെന്നല്ലേ ഉള്ളൂ, നമ്മളെ പരിഗണിച്ചില്ലെന്നല്ലേ ഉള്ളൂ, നമുക്കൊരു നല്ല സഭ തന്നില്ലെന്നല്ലേ ഉള്ളൂ. ആ കിട്ടിയൊരുക്കും മേടിക്കട്ടെ. നമ്മുടെ ഹൃദയം കഠിനമാക്കട്ടെ. കാരണം നമുക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കണം. നമ്മൾ ഒരു പക്ഷേ ഒരു നല്ല സഭ കിട്ടാഞ്ഞത് കൊണ്ട് നമ്മുടെ ഹൃദയം കഠിനമാക്കിയാൽ നല്ലൊരു സ്ഥാനമാനം നല്ലൊരു സീറ്റ് കിട്ടാഞ്ഞത് കൊണ്ട് നമ്മുടെ ഹൃദയം കഠിനമാക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്ത കനാലിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത പോലെ നമുക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് ഹല്ലേലൂയ, ഹൃദയം കഠിനമാക്കരുത്. ഞാൻ ആ ഭാഗം നിങ്ങൾ അതിനെക്കുറിച്ച് നല്ല ചിന്തിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതൊക്കെ. ഹല്ലേലൂയ, നിങ്ങൾക്ക് എനിക്കുമൊക്കെ അറിയാം. ഇത് പെന്തക്കോസ്തലോ മാത്രമല്ല, ക്രൈസ്തവ സഭയുടെ കാര്യം പറയുന്നത്. ക്രൈസ്തവ സഭയ്ക്കകത്തൊക്കെയാ ലേരിയ. അത് എല്ലാ മേഖലയിലും ഉണ്ട്. അത് ഹൈന്ദവ വിഭാഗത്തിൽ, ഇസ്ലാം വിഭാഗത്തിൽ നോക്കിയാൽ ഇതൊക്കെ ഉണ്ട്. ഹൃദയം കഠിനമാക്കുക. ഹൃദയം കഠിനമാക്കിയിട്ട് എന്ത് പ്രയോജന ശ്രോതാവി മലേറിയ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം, ദൈവശബ്ദം കേൾക്കണം. കർത്താവിനെ സ്തുതിച്ചാരാധിക്കുവാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് എത്തണം. ഏലിശാ പ്രവാചകൻ കർത്താവിന്റെ ശബ്ദം ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് ആദ്യമായി ദൈവിക സാന്നിധ്യം ആഗ്രഹിച്ചു. ഒരു വീണക്കാരൻ വായിക്കുമ്പോൾ കർത്താവിന്റെ മാധുര്യ സാന്നിധ്യം ഇറങ്ങി വന്ന് പ്രവചനാഭിഷേകം ഇറങ്ങി വന്ന് അപ്പോൾ അവൻ പ്രവചിച്ചുവെന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം വായിക്കുന്നുണ്ട്. കാര്യം ചരിത്രത്തിലേക്ക് പോകാൻ ഒരുപാട് ദൂരമുണ്ട്, ഒരുപാട് സംസാരിക്കുന്നുണ്ട്. കാരണം ഏലീശയുടെ പേരെന്താ, ഒരു വീണക്കാരൻ വീണ വായിച്ചപ്പോൾ എന്ത് ചെയ്തു? കർത്താവിന്റെ മാധുര്യമായ അഭിഷേകത്തിന്റെ സാന്നിധ്യം അവന്റെ മേൽ ഇറങ്ങി അവനെ പ്രവചനത്തിന്റെ ആത്മാവ് നിറച്ചു. ഹല്ലേലൂയ. അതെ, നീയും ദൈവസനെ താണിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ, കർത്താവിനെ പാടി സ്തുതിച്ചാരാധിക്കുന്നെങ്കിൽ, ഹൃദയം കഠിനമാക്കാതെ ദൈവത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ, കർത്താവിന്റെ പ്രത്യേകമായ അഭിഷേകം നിന്റെ മേൽ ദൈവം ചൊരിയും. ആ അഭിഷേകം ചൊരിയുക മാത്രമല്ല, ദൈവം നിന്റെ കൃപാവരങ്ങളാൽ നിറയ്ക്കാൻ തുടങ്ങും. രക്തം ചെയ്യും. ദൈവം നിന്നെ കൃപാവരങ്ങളാൽ നിറച്ചു കഴിയുമ്പോൾ, നീ ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷകൾ നീ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, നീ പറയാത്ത വാക്കുകൾ പറയാൻ തുടങ്ങുമ്പോൾ, നീ ചെല്ലാത്ത മേഖലയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. ദൈവം നിന്നെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരും. എവിടെയെല്ലാം നീ പരാജയപ്പെട്ടോ, എവിടെയെല്ലാം സങ്കടപ്പെട്ടോ, എവിടെയെല്ലാം കണ്ണുനീരൊഴുക്കിയോ, അതിന്റെ മറുപടി ദൈവം തരും. നിന്റെ ഹൃദയം നീ കഠിനമാക്കാതിരുന്നാൽ ആ വചനം നിന്റെ ഹൃദയത്തെ മാർദ്ദവമാക്കി എടുക്കണം. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നിന്റെ ഹൃദയത്തിനെ മാർദ്ദവപ്പെടുത്തണം വചനം കൊണ്ട്. കുടുംബത്തിനകത്ത് കലകം മാറണം. നിങ്ങളുടെ കുടുംബം ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ. ഭവനം എന്ന് പറയുന്നത് ദൈവത്താൽ പണിയപ്പെടണം. അതുകൊണ്ട് നമ്മൾ 128 സംഗീതനമൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് വിവാഹ ശുശ്രൂഷയ്ക്ക് പോകുമ്പം അല്ലെങ്കിൽ ആശംസാവചനമൊക്കെ ആയിട്ട് വായിക്കുമല്ലോ.
അവിടെ പറഞ്ഞു, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായി മുന്തിരിവള്ളി, നിന്റെ മക്കൾ നിന്റെ മേശ വീട്ടും ഒലിവ് തൈകൾ പോലെയൊക്കെ ഇരിക്കുന്നു. ഹൃദയം കഠിനമാക്കാതെ വചനത്തിലൂടെ ഹൃദയം മാർദ്ദവമായി ജീവിക്കുന്നവർക്ക് ആ വചനം കേട്ടോ. എല്ലാവർക്കും ഒന്നുമില്ല. ഈ വിവാഹം കഴിഞ്ഞ ആശംസകളൊക്കെ പറഞ്ഞ ആ വചനമൊക്കെ അവിടെ നിന്ന് കേട്ട് പിന്നീട് ആശംസ പറഞ്ഞ വചനം പോലും അറിയത്തില്ല എന്നാണ്. ഞാനൊരു സഹോദരൻ ചോദിച്ചിട്ടുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പം ഞാനവിടെ വിളിച്ചു, അവസാനം നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ദൈവദാസന്മാർക്ക് ആശംസ പറയുന്ന സമയത്ത് അല്ലേ അന്ന് ഞാനൊരു വചനം പറഞ്ഞു അറിയോ കേട്ടോ എന്ന് ചോദിച്ചു. അല്ലേ അദ്ദേഹത്തിന് അറിയില്ല, കാരണം അവിടെ വെച്ച് കേട്ടതേ ഉള്ളൂ. പിന്നെ അവരെന്ത് ചെയ്തു, അവിടെ ഹൃദയം കഠിനമായി കുടുംബം പ്രശ്നത്തിലേക്ക് പോയി. ഞാൻ വീണ്ടും ആവർത്തിച്ചു കൊടുത്തു, നിന്റെ ഹൃദയം കഠിനമാക്കരുത്. പരസ്പരം നിങ്ങൾ മാർദ്ദവമുള്ളവരായി മാറണം, പരസ്പരം സ്നേഹിക്കണം. അല്ലേലിയ മാതാപിതാക്കളെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സഭയുടെ ഇടയിലും വിശ്വാസം പരസ്പരം സ്നേഹിക്കണം. അയൽവാസി സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം, ശത്രുവിനെ സ്നേഹിക്കണം. യേശു എന്താ പഠിപ്പിച്ചതിന്റെ ശത്രുക്കളെ സ്നേഹിപ്പിന്നല്ലേ? അല്ലേലിയ കർത്താവായ യേശു ക്രിസ്തു തന്റെ മുമ്പിൽ നിൽക്കുന്ന സകല ശത്രുക്കളെ സ്നേഹിച്ചില്ലേ? ലേലിയ ആ സ്നേഹത്തിന്റെ വാക്കുകളെ ക്രൂശിന്റെ മൊഴിയിലൂടെ കേട്ടത്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമെന്ന്. പിതാവായ ദൈവം അല്ലയ്യ സ്തോത്രം കർത്താവിനെ അല്ലയ്യ പിതാവായ ദൈവത്തിന്റെ ഹിതപ്രകാരം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരണം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തെ നോക്കി യേശു പറഞ്ഞത് എന്താ? അല്ലേ ഇവർ ചെയ്ത് യേശു ക്രിസ്തുവിന്റെ ഹൃദയം കഠിനമാകുമായിരുന്നെങ്കിൽ സ്ഥിതി എന്തായിരിക്കും? ഒരിക്കൽ പോലും നമ്മുടെ കർത്താവായ യേശുവിന്റെ ഹൃദയം കഠിനമായില്ല. പിതാവ് ഇവർ ചെയ്യുന്നത് എന്താ, ഇവർ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവരോട് അവരുടെ ഹൃദയം മാർദ്ദവമുള്ളതായി മാറാൻ വേണ്ടി നമ്മുടെ കർത്താവിന്റെ ഹൃദയം മാർദ്ദവമായിരുന്നു. പ്രയോജനം, കാരണം പിതാവ് ഏൽപ്പിച്ച ദൗത്യം കൊണ്ട് പൂർത്തീകരിക്കണം. അല്ലെങ്കിൽ ക്രൂശിൽ വെച്ച കർത്താവിന്റെ ഹൃദയം കഠിനമായി കഴിഞ്ഞാൽ കർത്താവിന്റെ ദൈവിക പദ്ധതിയും പിതാവിന്റെ ദൗത്യം നിറവേറത്തില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയം കഠിനമാക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഒരിക്കലും ചിലകളിൽ സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ, വീതം വെച്ചപ്പം കുറഞ്ഞതിന്റെ പേരിൽ അല്ലേരിയ അങ്ങനെയൊക്കെ പലപ്പോഴും ഹൃദയം കഠിനമാകും. അല്ലേരിയ ഇവിടെ നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, വേദപുസ്തകത്തിൽ ബിലയാം എന്ന് പറയുന്ന പ്രവാചനെ കുറിച്ച് വായിക്കുന്ന കർത്താവ് തന്നോട് സംസാരിപ്പാൻ ദൈവശബ്ദം കേട്ട് പ്രവചിക്കാൻ വേണ്ടി അവർ 7 യാഗപീഠം പണിത്. അല്ലേരിയ 7 യാഗപീഠം പണിത് കർത്താവിന് വേണ്ടി യാഗം കഴിച്ച് കർത്താവിന്റെ ശബ്ദത്തിനെ കാത്തിരുന്നു എന്ന് സംഖ്യാപുസ്തകം 23 അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ബിലയാമിന്റെ 7 യാഗപീഠം പണിത് യാഗം കഴിച്ചു ദൈവശബ്ദത്തിന് കാത്തിരിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം എന്ന് പറയുന്നത്. നീ കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തിന് പ്രസാദമായി യാഗമായി മാറുമ്പോൾ ദൈവശബ്ദം നിനക്ക് കേൾക്കുവാൻ കഴിയും. നിന്റെ കഷ്ടങ്ങളെല്ലാം മാറും. നീ കടന്നു പോകുന്ന പ്രതികൂലം എത്ര വലുതായിരുന്നാലും, ചെങ്കൽ പൂരിയുടെ പ്രശ്നങ്ങൾ നിനക്കെതിരെ കടന്നു വന്നാലും ആമി സ്തോത്രം നിന്ന് തിരിയാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ കൊണ്ട് നീ മുമ്പോട്ട് പോവുകയാണോ, വലയുകയാണോ, അതിന്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. അല്ലേലിയ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതോടുകൂടെ പ്രതികാരത്തിന്റെ മനോഭാവം, പ്രതികാരത്തിന്റെ മനസ്സ്, പ്രതികാരത്തിന്റെ ഹൃദയം നിനക്കുണ്ടെങ്കിൽ നീ നീക്കിക്കളയണം. ആരോടെങ്കിലും കയ്പ്, ഈർഷ്യ എന്തിനുണ്ടെങ്കിൽ നീക്കിക്കളയണം. അടുത്ത നിമിഷം നിനക്ക് ഈ ഭൂമി കിട്ടില്ല എന്ന് തിരിഞ്ഞുകൊണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെ നീക്കിക്കളഞ്ഞ് നിന്റെ ഹൃദയം മാർദ്ദവപ്പെടുത്തണം. അതിനാണ് ഈ ദൈവത്തിന്റെ വചനമൊക്കെ നമ്മൾ വായിക്കും പഠിക്കുകയൊക്കെ ചെയ്യുന്ന. രക്തം ചെയ്യും പ്രൈസലോട് അല്ലേലിയ നമ്മുടെ ഹൃദയം കഠിനമാക്കരുത്. രക്തം ചെയ്യും അല്ലേലിയ. എന്നെ കേൾക്കുന്ന പരിശ്രമിക്കാൻ നാം ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള യാഗമാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന യാഗമാണ്. അല്ലേലിയ. അതിനെക്കുറിച്ചാണ് ദൈവത്തിന്റെ വചനമൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും. 51 സങ്കീർത്തനമൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 51 സങ്കീർത്തനത്തിന്റെ 17 വാക്യം പറയുന്നത്, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് അല്ലേയ മനസ്സെന്നാണ്. അല്ലേലിയ. അപ്പം ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നീ നിരസിക്കുകയില്ലെന്നൊക്കെ അവിടെ എഴുതി വെച്ചെന്ന് പറയുമ്പോൾ, നമ്മുടെ യാഗം നമ്മൾ കൊടുക്കുന്ന പണത്തിലോ നമ്മുടെ അല്ലേലിയ വഴിപാടിലോ ഒന്നും അല്ല. അല്ലേലിയ. നമ്മൾ ആടുമാട് കന്നുകാലികളെയൊക്കെ കൊണ്ടുവന്ന് യാഗം കഴിച്ചതിനെ വെട്ടി, കാട് വെട്ടി, കാള വെട്ടി, പോത്തിനെ വെട്ടി, കോഴിയെ വെട്ടി, ഫാർമിലെ ആദ്യഫലം എല്ലാം കൊടുത്ത്, ദശാംശം കൊടുത്ത്, സ്വോത്രകാഴ്ചയൊക്കെ കൊടുത്ത്, കീറിയതും പറഞ്ഞതും ഒക്കെ കൊടുത്ത്, അതുകൊണ്ടല്ല നമ്മുടെ യാഗം കേട്ടോ. അങ്ങനെയല്ല. നമ്മുടെ യാഗം ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാണ്. അപ്പൊ നിന്റെ ഹൃദയം തകർന്നിട്ടുണ്ടെങ്കിൽ ദൈവം പ്രസാദിക്കും. നിന്റെ ഹൃദയം കഠിനമായെങ്കിൽ ദൈവത്തിന്റെ കോപം നിന്റെ മേൽ വരും.
അപ്പം ഇസ്രായേലിൽ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് സാജനത്തിന്റെ അവർ രഫീദീമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തകർന്ന ഒരു മനസ്സില്ല, തകർന്ന ഒരു ഹൃദയമില്ല. അവരുടെ ഹൃദയം കഠിനമായി. അല്ലേലിയ. അതുകൊണ്ടാണ് നിങ്ങളുടെ പിതാക്കന്മാർ സ്വത്ത് ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മെരിബായിലെ പോലെ മരുഭൂമിയിൽ മസാമാനിലെ പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് കർത്താവ് ഇന്നും മുന്നറിയിപ്പ് തരുന്നത്. എന്നെ കേൾക്കുന്ന പ്രശ്നത്തെ നമ്മുടെ നമ്മുടെ യാഗം എന്ന് പറയുന്ന തകർന്നിരിക്കുന്ന മനസ്സോടെ ദൈവത്തിന് കടന്നു വന്ന് ദൈവത്തെ സ്തുതിച്ച ദൈവശബ്ദം കേൾക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം. രക്തം ചെയ്യും. ജീവിതത്തിനകത്ത് നീ നിരാശപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. അപ്പം കർത്താവ് ആഗ്രഹിക്കുന്ന യാഗം അതരങ്ങളുടെ ഫലമായ സ്തോത്രയാഗമാകുന്നു. നിങ്ങൾ തകർന്നു തുടങ്ങിയ ഹൃദയത്തോടെ സ്തോത്രയാഗം ചെലുത്തുമ്പോൾ ദൈവസാന്നിധ്യം നിങ്ങളിൽ വ്യാപരിക്കാൻ തുടങ്ങും. അപ്പോൾ കർത്താവിന്റെ ബുദ്ധിസ്വരം നിങ്ങളെ ആത്മാവിൽ ധരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. മാത്രമല്ല, ആയിരക്കണക്കിന് ലോകശബ്ദങ്ങളുടെ മധ്യത്തിൽ എന്റെ പ്രിയന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നു. ശൂന്യക്കാരി പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ജനങ്ങൾ, ആയിരക്കണക്കിന് ലോകശബ്ദങ്ങളുടെ മുമ്പിൽ ശൂന്യക്കാരി എന്താ പറഞ്ഞത്? ഉത്തമഗീതം 5:2 വായിച്ച കാണാം, ഇത് എന്റെ പ്രിയന്റെ ശബ്ദം എന്ന് ഉണരും വിധം നിങ്ങളുടെ ആത്മാവിൽ ഉണർവ് ഏർപ്പെടുത്തണം. അതവർ ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു, വാതിക്കൽ വന്ന് മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. അത് നമ്മുടെ ഹൃദയത്തിന്റെ വാതിക്കൽ നമ്മുടെ കർത്താവ് വന്ന് മുട്ടുന്ന നമ്മുടെ അരിപളമാതിന്റെ പ്രാണപ്രിയന്റെ സ്വരം കേൾക്കുവാൻ നമ്മുടെ ഹൃദയവാതിലെപ്പോഴും നീ ഉറങ്ങുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയം ഉണർന്നിരിക്കണം. രക്തം ചെയ്യും. ഭാരപ്പെട്ടു പോകരുത്, തകർന്നു പോകരുത്. കർത്താവിന് വേണ്ടി ജീവിക്കണം. അല്ലെങ്കിൽ നിങ്ങളോട് കൂടെ സംസാരിച്ച് ആനന്ദിക്കുവാനും വേണ്ടി ദൈവപുത്രൻ ഇറങ്ങി വന്നു. അല്ലെങ്കിൽ നമ്മളോട് കൂടെ സംസാരിച്ച് നമ്മളോട് ജീവിച്ച് നമുക്ക് വീണ്ടെടുപ്പ് നൽകാൻ വേണ്ടി പിതാവ് സ്വർഗം വിട്ട് പുത്രനായി ഇരിക്കുന്ന പിതാവ് ദൈവം തന്റെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ച് കൊള്ളണം വിചാരിക്കാതെ ഈ ഭൂമിയിലേക്ക് വന്നില്ലേ? അല്ലെങ്കിൽ സ്തോത്രം. നമ്മളെ ആശ്വസിപ്പിക്കാൻ എങ്ങനെ നമ്മെ ഒരു മൃദുവായ സ്വരത്തിൽ അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തുവിലേക്ക് 2000 വർഷം ഈ ഭൂമി വന്നത്. അമ്മയെ ആശ്വസിപ്പിക്കുന്നതോടെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കുന്ന യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66:13 വായിക്കുന്നത് പോലെ എന്നെ കേൾക്കുന്നവരെ സ്നേഹിതരെ നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുറക്കണം. രഫീദീമിൽ വെച്ച് സാഹചര്യം മത്സരിച്ചതുപോലെ ഹൃദയം കഠിനമാക്കിയതുപോലെ ഹൃദയം കഠിനമാക്കാതെ നിങ്ങൾ ദൈവത്തിന് ലഭിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറി, ബന്ധനങ്ങളിൽ കെട്ടുകൾ കൂട്ടി, കടങ്ങൾ മാറി, ബാധകൾ മാറി, നിന്റെ ജീവിതത്തിനകത്ത് കുടുംബത്തിനകത്ത് സമാധാനം ദൈവം തരും. ഇന്ന് പകൽ ആരെങ്കിലും ഹൃദയം കഠിനമാക്കി ദൈവത്തിനകത്ത് ജീവിതത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധന്മാർ ഓർപ്പിക്കുന്നത് നിന്റെ ഹൃദയം മാർദ്ദമുള്ളതുമായി മാറട്ടെ. തെറ്റുകളേറ്റു പറയണം, അനുദപിക്കണം, മാപ്പ് ചോദിക്കണം, ക്ഷമ പറയണം. കണ്ണുകളടച്ചാട്ട് ആരെങ്കിലും വേദനയോടെ സങ്കടം ദുഃഖത്തോടെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു താഴ്മയുണ്ടാകട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരയ്ക്ക് പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിന് കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ 800 കോടി ജനം കർത്താവി സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവി ശൈശവത്തിൽ ബാല്യകൗമാരി യുവനത്തിൽ വാർത്തയിൽ ആൽബർത്തിൽ അച്ഛന യാച്ച് റോഫിനെ ചോട്ടജീവി തടവറയിലായിരിക്കുന്ന സകല ജനത്തെ ഈ കർത്താവി ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൊണ്ടിട്ട് കൊട്ടാരത്തി വരെയുള്ള സകല ഭാര്യ ഭർത്താക്കന്മാർ, അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും മരുമക്കളും അയിമേട്ടങ്ങുന്ന ഭവന കുട്ടുകുടുംബങ്ങൾ, ഞങ്ങളുടെ അയൽവാസികൾ, സഹോദര കുടുംബങ്ങൾ, ബന്ധുപത്രാദികൾ, സത്രവസ്ത്രചാരികൾ, സഭ, ദൈവമക്കൾ, ദൈവദാസന്മാർ, ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് എല്ലാ സകല വിഭാഗത്തിലുള്ള എല്ലാ ജനം തങ്ങളുടെ ഹൃദയം കഠിനമാക്കാതെ ദൈവം തന്നിരിക്കുന്ന വാക്തത്വം സ്വസ്ഥത എന്നുള്ളത് അവന് പ്രവേശിപ്പാൻ അല്ലെങ്കിൽ ജനം ഒരുക്കമുള്ളവരെ തീരട്ടെ. മരുഭൂമിയിൽ വെച്ച് മത്സരിച്ച ഒരു ജനത്തിലും വാക്തകാലിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞ എല്ലാം മരുഭൂമിയിൽ പെട്ടുപോയതുപോലെ കർത്താവ് ഈ കാലഘട്ടം ജനം നഷ്ടപ്പെട്ടു പോകാതെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവം ജനത്തിന് ഒരുക്കുന്ന സ്വർഗീയ വാക്തത്വം, സ്വർഗീയ സ്വസ്ഥതയെ പ്രവേശിപ്പാൻ എല്ലാ ജനത്തിന്റെ ഹൃദയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണം. പാപ മനുഷ്യനെ നാശത്തിരിക്കുന്നു, പാപ മനുഷ്യനെ നശിപ്പിക്കും. മദ്യവും മയക്കും ലഹരിയും ഈ ലോകത്തിന്റെ ഇടയിൽ രാഷ്ട്രീയവും മതവും തീവ്രവാദവും ഭീകരവാദവും എല്ലാം മനുഷ്യനെ തകർക്കുമ്പോൾ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും വിവേചനവും വർഗീയതയും ഒക്കെ മനുഷ്യന്റെ മനസ്സിനെ തകർക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയം കഠിനമാക്കാതെ ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കുന്ന ഒരു അനുഭവത്തിനായി യോഹന്നാൻ യേശുക്രിസ്തുവിനോട് ചേർന്നിരുന്നത് പോലെ ഈ ദിവസങ്ങൾ ജനം കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം കൊടുക്കണമേ. പാപത്തിന് വിടിവിക്കണമേ. ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകളിലേക്ക് ഒന്നും പോകാതെ തീവ്രവാദത്തിലും ഭീകരവാദത്തിലും വർഗീയതയും ഉണ്ടാക്കി കൈപ്പുള്ള പ്രശ്നം സൃഷ്ടിച്ച് മനുഷ്യൻ തകർന്നു പോകാതെ വിടിവിക്കണമേ. ക്രൈം കേസുകളൊക്കെ അകപ്പെട്ട് കിടക്കും, ജയിലിൽ കിടക്കുന്നവർക്ക് മോചനം കൊണ്ടുള്ള കഠിനമായ ഹൃദയത്തെ എല്ലാം ഈ ദിവസങ്ങളിൽ ദൈവമേ മാർദ്ദവമുള്ളതായി മാറ്റുവാൻ ഞങ്ങളുടെ സഭയും അതുപോലെ യേശുക്രിസ്തുവിനെ പോലെ ക്രിസ്തുവേശുള്ള ഭാഗം സകല ജനത്തിലുണ്ടാകുവാൻ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്ന സകല മഹത്വം കൊടുക്കാൻ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.